പ്രിയമുള്ളവരെ, വി ഡി സതീശൻ ഗവൺമെൻറ് 100 ദിവസം പിന്നിടുമ്പോൾ വിഷൻ കാഴ്ചപ്പാടുകളുള്ള ഒരു മുഖ്യമന്ത്രിയും ഗവൺമെൻറ്റുമാണ് എന്ന് വ്യക്തമാവുകയാണ്. നേരത്തെ ഉണ്ടായിരുന്നതുപോലെ പിണറായി വിജയനെ പോലെ അദ്ദേഹത്തിന് കൂലിക്ക് ഉപദേശകരെ വെക്കേണ്ട ഒരു ഗതികേടില്ല. വളരെ കൃത്യമായി കാര്യങ്ങൾ അവലോകനം ചെയ്യുകയും പഠിക്കുകയും നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന മുഖ്യമന്ത്രിയാണ് വി ഡി സതീശൻ. അദ്ദേഹം പരന്ന വായനയുള്ള ഒരാളാണ്. ലോകത്ത് വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന മാറ്റങ്ങൾ ഉൾക്കൊള്ളാനും അതിനനുസരിച്ച് തൻ്റെ ഗവൺമെൻറ്റിനെ ചലിപ്പിക്കുവാനും കഴിയുന്ന വണ്ണം സർഗാത്മകതയുള്ള ആളാണ് വി ഡി സതീശൻ എന്ന കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ചില പ്രഖ്യാപനങ്ങളും അതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങളും ഒക്കെ വായിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴും മനസ്സിലാകുന്നൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ കാലത്ത് കേരളത്തിൽ ചില മാറ്റങ്ങൾ അത് വ്യാവസായിക വളർച്ചയ്ക്ക് കാരണമാകുമെന്നതാണ്. പ്രത്യേകിച്ചും വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം ഉണ്ടാകുന്നുണ്ട്. വിഴിഞ്ഞം പോർട്ടിനെ റെയിൽവേയും ഒപ്പം റോഡുമായി ബന്ധിപ്പിക്കും. റെയിൽവേ ഉണ്ടാകും, റോഡുണ്ടാകും പോർട്ടുമായി ബന്ധപ്പെട്ട്. അങ്ങനെയൊക്കെ ആണെങ്കിൽ വലിയ രീതിയിൽ അവിടേക്ക് ഒരു വ്യാവസായിക കുതിപ്പുണ്ടാകും എന്ന നിഗമനങ്ങൾ മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്, റെയിൽവേ കണക്ടിവിറ്റിയൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ. മറ്റൊന്ന്, ഓഗസ്റ്റ് 18 അവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ ഇമ്പോർട്ട് എക്സ്പോർട്ട് പദ്ധതി പ്രകാരം അവിടെ നിന്ന് കപ്പലുകൾ ഒക്കെ പുറപ്പെട്ടു പോയിട്ടുണ്ട്. നേരത്തെ എവിടേക്ക് സാധനങ്ങൾ വരിക മാത്രമേ ചെയ്യുമായിരുന്നു എന്നാണ് ചില റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ അവിടെ നിന്ന് കപ്പലുകൾ വിവിധ ഭാഗങ്ങളിലേക്ക്, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സാധനങ്ങളുമായി പോയിട്ടുണ്ട്. പ്രത്യേകിച്ചും നിലമേൽ എക്സ്പോർട്ടേഴ്സ് എന്ന് പറയുന്ന തിരുവനന്തപുരത്ത് തന്നെയുള്ള ഒരു കമ്പനിയുടേതായി സാധനങ്ങളൊക്കെയും സ്പെയിനിലേക്ക്, കേരളത്തിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള ആഹാരങ്ങൾ, ഈ ചക്ക വറുത്തത് അങ്ങനെയുള്ള കുറേ ആഹാര പദാർത്ഥങ്ങളൊക്കെ സ്പെയിനിലേക്ക് എക്സ്പോർട്ട് ചെയ്തതായി മാധ്യമങ്ങളൊക്കെയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് വളരെ കൃത്യമായിട്ട് വി ഡി സതീശൻ വിഴിഞ്ഞത്തെ കേന്ദ്രീകരിച്ച് വികസന കുതിപ്പ് നടത്തുന്നുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് റിപ്പോർട്ടുകളൊക്കെയും സൂചന നൽകുന്നത്. മറ്റൊന്ന്, ബാലരാമപുരത്ത് അദ്ദേഹം ഒരു കണ്ടെയ്നർ സ്റ്റേഷൻ, ദുബൈയിലും അതുപോലെയുള്ള വലിയ പോർട്ടുകളിലുള്ള കണ്ടെയ്നർ സ്റ്റേഷൻ, ഈ കണ്ടെയ്നർ സ്റ്റേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കപ്പലുകൾക്ക് അവിടെ കൊണ്ടുവന്ന് കണ്ടെയ്നറുകൾ സ്റ്റോർ ചെയ്യാൻ പറ്റൂ. ബാലരാമപുരത്ത് അതിനാവശ്യമായ സ്ഥലം കണ്ടെത്തി വളരെ പെട്ടെന്ന് തന്നെ അവിടെ ഒരു കണ്ടെയ്നർ സ്റ്റേഷൻ നിർമ്മിക്കുവാൻ അദ്ദേഹം നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന ഒരു വാർത്ത കൂടി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ വിഴിഞ്ഞത്ത് നിന്ന് കയറ്റുമതി ആരംഭിക്കുമ്പോൾ ഈ നിലമേൽ എക്സ്പോർട്ടേഴ്സ്, അതായത് അവിടെ നിന്ന് ഇപ്പോൾ കയറ്റുമതി നടത്തിയ കമ്പനിയുടെ മുതലാളി പറയുന്നത് നേരത്തെയൊക്കെ 60 ദിവസം വരെ ഇവിടെ നിന്ന് സാധനങ്ങൾ യൂറോപ്പിലൊക്കെ എത്തിക്കുന്നതിന് എടുക്കുമായിരുന്നു. പ്രത്യേകിച്ചും തിരുവനന്തപുരം, കൊല്ലം മുതലായ പ്രദേശങ്ങളിൽ നിന്ന് സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത് ഈ നിലമേൽ എക്സ്പോർട്ടേഴ്സ് എന്ന് പറയുന്നത് നിലമേൽ എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ കൊല്ലം തിരുവനന്തപുരം അതിർത്തിയിലുള്ള നിലമേൽ എന്ന പ്രദേശം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന എക്സ്പോർട്ടേഴ്സ് കമ്പനിയാണ്. അവർക്ക് നേരത്തെ 60 ദിവസങ്ങളോളം വേണമായിരുന്നു. കാരണം സാധനം കളക്ട് ചെയ്യുക, പിന്നെ കൊച്ചിയിലെത്തിക്കുക, കൊച്ചിയിൽ നിന്ന് മുംബൈ അല്ലെങ്കിൽ ബോംബെ, അല്ലെങ്കിൽ കൊളംബോ, അവിടെ നിന്നൊക്കെ ആയിരുന്നു യൂറോപ്പിലേക്ക് ഈ ട്രഡീഷണൽ ആയിട്ടുള്ള, കേരളത്തിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ പോകുന്നതെങ്കിൽ ഇപ്പോൾ കേവലം 28 ദിവസം മതി എന്ന് അദ്ദേഹം പറയുന്നു. അതായത് വളരെ കൃത്യമായ ആസൂത്രണം ഈ വിഴിഞ്ഞം പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് വി ഡി സതീശൻ്റെ ഗവൺമെൻറ് നടത്തുന്നുണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു യാഥാർത്ഥ്യം. അതാണ് എനിക്ക് ഈ വി ഡി സതീശൻ ഗവൺമെൻറ് അധികാരമേറ്റതിന് ശേഷം ഒരു വികസനത്തിൽ നടത്തിയ ഒരു കുതിപ്പായിട്ട് തോന്നിയിട്ടുള്ളത്. മറ്റൊരു കാര്യം, തൂഫാൻ എന്ന് പറയുന്ന പദ്ധതിയാണ്. അത് ഏകദേശം 10,000-ഓളം ഈ മയക്കുമരുന്ന് വ്യാപാരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളെ, സിന്തറ്റിക് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന വാർത്ത വരികയാണ്. വളരെ കൃത്യമായിട്ട് ഞാൻ പറയട്ടെ, ഈ ഗവൺമെൻറ് ഏറ്റവും നല്ല പദ്ധതിയാണിത്. ചില വിമർശനങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. വി ഡി സതീശനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ, അദ്ദേഹത്തിന് പേഴ്സണലായിട്ട് അറിയാവുന്ന ആളുകൾ ഇതിൽ അറസ്റ്റായിട്ടുണ്ട്. ഒപ്പം DYFIയുടെ ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരിച്ച ഒരു വ്യക്തിയും അറസ്റ്റിലായിട്ടുണ്ട്. അതായത് എല്ലാ പാർട്ടിയിലുള്ള ആളുകൾ ഈ പകൽ സമയത്ത് ഈ മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും രാത്രി സമയങ്ങളിൽ ഇതിൻ്റെ വ്യാപാരികളായി മാറുന്നുണ്ട്. പക്ഷേ അങ്ങനെ കോൺഗ്രസ്സുകാരനായാലും DYFIക്കാരനായാലും പോലീസ് FIR ഇടുന്നതിലൊന്നും ഒരു ഉപേക്ഷയും വിചാരിക്കുന്നില്ല. കൃത്യമായി തന്നെ ഈ തൂഫാനിൽ നടപടികൾ എടുക്കുന്നുണ്ട് എന്നത് വ്യക്തമാണ്. കാരണം മുഖ്യമന്ത്രിയുമായി പേഴ്സണൽ അറിയാവുന്ന ആൾക്ക് പോലും അതിലൊരു ഇളവ് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ഗവൺമെൻറ് വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ തൂഫാൻ എന്ന് പറയുന്ന പദ്ധതിയുമായി മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. തൂഫാനും ഈ വിഴിഞ്ഞം പോർട്ടിൻ്റെ കാര്യങ്ങളുമൊക്കെയാണ് എനിക്ക് ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു നല്ല പദ്ധതികളിൽ ഏറ്റവും പ്രമുഖമായി തോന്നിയിട്ടുള്ളതെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി പ്രളയവും വളരെ കണ്ണിങ്ങായിട്ട് തന്നെ, വളരെ ആസൂത്രണത്തോടുകൂടി തന്നെ പ്രളയം ഉണ്ടായ സമയത്തും സർക്കാർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്നത് പോലെ പ്രളയത്തിൻ്റെതായ വാർത്തകൾ ഒന്നും കേൾക്കാറില്ല. കഴിഞ്ഞ പ്രാവശ്യമായിരുന്നെങ്കിൽ
ആട്, അതുപോലെ സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ പൈസ, ഇതൊക്കെയും ഒരു PR വർക്കിൻ്റെ ഭാഗമായിട്ട് പാത്തുമ്മ ആട് കൊടുക്കുന്നു, സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ നിന്ന് പൈസ പിരിക്കുന്നു, MLA മാർ സർക്കാർ ഫണ്ടിലേക്ക് പൈസ കൊടുക്കുന്നു. പക്ഷേ ഇപ്പോൾ അതൊന്നും ഉണ്ടായിട്ടില്ല. വളരെ കണ്ണിങ്ങായിട്ട് തന്നെ ആ പ്രളയത്തിൻ്റെ തീവ്രത പോലും കുറവായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല വിപണിയിൽ ഓണത്തിന് സാധനങ്ങളൊക്കെയും എത്തിയിട്ടുണ്ട്. സാധനങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും വില താരതമ്യേന കുറവാണെന്ന് കേൾക്കുന്നു. ഒപ്പം എല്ലാ സാധനങ്ങളും അവൈലബിൾ ആയിട്ടുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് മാധ്യമങ്ങളൊക്കെയും റിപ്പോർട്ടുകൾ വരുന്നത്. അതുപോലെ ഈ പ്രിയദർശിനി ബസ്സുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചത് 10,000-ഓളം ആളുകൾ ഈ പിങ്ക് ബസ്സിൻ്റെ ഉപയോഗം ഉപയോഗിക്കുന്നു എന്ന വാർത്ത ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് രാത്രികാലങ്ങളിൽ സ്ത്രീകൾക്ക് സഞ്ചരിക്കുവാനുള്ള പിങ്ക് ബസ് ഒരു ദിവസം സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ 10,000-കണക്കിന് സ്ത്രീകൾ ഉപയോഗിക്കുന്നു എന്ന രീതിയിൽ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഈ PD സതീശൻ ഗവൺമെൻറ്റിനെതിരെയുള്ള ചില ആരോപണങ്ങൾ എന്ന് പറയുന്നത് അത് സ്വാഭാവികമായും CPM ഉന്നയിക്കുന്ന ചില ആരോപണങ്ങളാണ്. കാരണം ചില പരാമർശങ്ങൾ ഉണ്ടായപ്പോൾ മെറ്റയ്ക്ക് നിർദ്ദേശം നൽകി VD സതീശൻ ചില പോസ്റ്റുകൾ റിമൂവ് ചെയ്ത് കളഞ്ഞു എന്ന രീതിയിലുള്ള ചില പരാമർശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് മെറ്റ തന്നെ അതിന് ഒരു ഒരു വിശദീകരണം നൽകിയത് അത് സ്വാഭാവികമായും ചില AI സാങ്കേതിക വിദ്യയുടെ ചില പിഴവുകൾ മൂലം സംഭവിച്ചതാണ്. അല്ലെങ്കിൽ VD സതീശൻ നിർദ്ദേശം നൽകിയിട്ടൊന്നുമല്ല അത്തരം VD സതീശനെ എതിർക്കുന്ന രീതിയിലുള്ള കമൻറ്റുകൾ മാറ്റിയത് എന്നാണ്. എന്തായാലും ഒരു സർക്കാരിൻ്റെ പ്രവർത്തനം നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ വളരെ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു എന്ന ഒരു നിഗമനം തന്നെയാണ് സാധാരണ ആളുകളുടെ ഇടയിൽ നിന്ന് കിട്ടുന്നത്. പ്രാപ്യരാണ് ഇത്തവണത്തെ മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഒക്കെ. ജനങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നു. ജനങ്ങൾക്ക് അവരുടെ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്നു. അതുമായി ബന്ധപ്പെട്ട പരാതികൾ കൊടുക്കാൻ കഴിയുന്നു എന്നത് തന്നെ വലിയ കാര്യമാണ്. ജനാധിപത്യ വ്യവസ്ഥയിൽ അത് വളരെ വലിയ കാര്യമാണ്. സാധാരണ പിണറായി വിജയൻ്റെ വാഴ്ത്തുപാട്ടുകാരൊക്കെ പറയുന്നത് പിണറായി വിജയൻ കളങ്കമില്ലാത്ത ഒരാളാണ്, അതുകൊണ്ടാണ് ഈ പെട്ടെന്ന് പെരുമാറ്റത്തിലൊക്കെയും ഈ ദേഷ്യപ്പെടുകയും ഷൗട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. PD സതീശൻ മനസ്സിൽ കളങ്കം വെച്ചിട്ടാണ് മനസ്സിൽ വേറൊന്ന് വെച്ചിട്ടാണ് ആളുകളോടൊക്കെയും ഇടപഴകുന്നത് സ്നേഹത്തോടെന്നാണ്. പക്ഷേ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. കാരണം നമുക്ക് ഒരാളോട് സ്നേഹവും ഇഷ്ടവും ഒക്കെ ഉണ്ടെങ്കിൽ, കരുതലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരാളോട് ദേഷ്യപ്പെടുവാൻ പറ്റില്ല എന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ ഒരു നാച്ചർ അങ്ങനെയാണ്. ഒരാളോട് സ്നേഹവും ഇഷ്ടവും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ ആൾ ചെയ്യുന്ന പരമാവധി കാര്യങ്ങൾ നമ്മൾ ക്ഷമിക്കുകയും സഹിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷേ പിണറായി വിജയൻ എന്തുകൊണ്ടോ അദ്ദേഹം ഒരു ജനാധിപത്യ രാജ്യത്തെ ഭരണാധികാരിയായി ഇരുന്നു എന്ന് മറന്നുപോകുന്നതായി എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ചിലപ്പോൾ എൻ്റേതാ മാത്രം അഭിപ്രായമായിരിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. എന്തായാലും VD സതീശനും അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരും ഒക്കെ ജനങ്ങൾക്ക് പ്രാപ്യരാണ് എന്നത് ഒരു ജനാധിപത്യ വ്യവസ്ഥയെ സംബന്ധിച്ച് അത് ഏറ്റവും ഉചിതമായ ഒരു ഘടകം തന്നെയാണ്. കാരണം പിണറായി വിജയൻ്റെ കാലഘട്ടത്തിൽ ഇവിടെ റോഡുകളോ ഗതാഗത സൗകര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് ആരും പറയുന്നില്ല. ഇവിടെ പാലങ്ങളും റോഡുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ജനങ്ങളോട് ഇടപെടുന്ന രീതികൾ അത് വ്യത്യസ്തമായിരുന്നു. ചിലപ്പോഴൊക്കെ ജനങ്ങളുടെ മേലിലാണ് ഭരണാധികാരി എന്ന രീതിയിൽ പെരുമാറുന്ന സംഭവങ്ങൾ പിണറായി വിജയൻ്റെ കാലഘട്ടത്തിലുണ്ടായി. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാകുന്നില്ല എന്നാണ് ഏറ്റവും മികച്ച ഒരു നേട്ടമായി എനിക്ക് VD സതീശൻ സർക്കാരിനെ വിലയിരുത്താനുള്ളത്. നമുക്ക് VD സതീശൻ സർക്കാർ പ്രതീക്ഷ നൽകുന്നു എന്ന കാര്യത്തിൽ ഒട്ടും തർക്കമില്ല. ഇതെൻ്റെ അഭിപ്രായം മാത്രമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ജയ് ഹിന്ദ്.